കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാവതില്ലേ എന്നാണല്ലോ കവിവാക്യം. ഓരോ മലയാളിയുടെ മനസ്സിലും വിഷുവും കണിക്കൊന്നയും ഉണർത്തുന്ന അനുഭൂതി വിവരിക്കാനാവാത്തതാണ്. മലയാളക്കരയാകെ കണിക്കൊന്നകൾ പൂത്ത് വർണ്ണാഭമായാണ് വിഷുവിനെ വരവേൽക്കുന്നത്. ഡോക്ടർ അയ്യപ്പ പണിക്കർ എഴുതിയ വരികൾ പ്രവാസി മലയാളികൾക്കാകാം ഏറ്റവും ഗൃഹാതുരത്വമുണർത്തുന്നതായിരിക്കുന്നത്. മഞ്ഞനിറം പ്രണയത്തിൻ്റെയും സമൃദ്ധിയുടേതുമാകുമ്പോൾ കണിക്കൊന്നയെ സ്നേഹിക്കാതിരിക്കുന്നതെങ്ങനെ? ഓരോ വിഷുക്കാലത്തും കണ്ണിൻ്റെ കുളിരായി പാതയോരത്തും തൊടിയിലും അങ്ങനെ പൂത്തു നിൽക്കുകയാണ്. പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് പൂക്കലും കായ്ക്കലുമൊക്കെ നടക്കുന്നത്. വർഷത്തിലൊരിക്കൽ പൂക്കുന്നവ പ്രകൃതിയുടെ താളത്തിനൊത്ത് ചലിക്കുമ്പോഴാണ് വിഷുക്കാലത്ത് മലയാളത്തിലെങ്ങും കൊന്ന പൂക്കുന്നത്. കൊടുംവേനലിന് തൊട്ടുമുൻപ് പൂവിടുകയും കാലവർഷമാകുമ്പോഴേക്കും വിത്തുവിതരണത്തിന് പാകമാവുകയും ചെയ്യുന്നതാണ് കണിക്കൊന്നയുടെ പുഷ്പചക്രം. വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ കൊന്നമരം ഇലകൾ പൊഴിക്കുകയും മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പൂവിട്ടു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ പൂക്കളുടെ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന നിറവാണ് മറ്റു പുഷ്പിണികളായ സസ്യങ്ങളെക്കാൾ കണിക്കൊന്നയെ വ്യത്യസ്തമാക്കുന്നത്. കൊന്നപൂത്ത് ഏകദേശം 45 ദിവസത്തിനകം കാലവർഷമെത്തുമെന്നാണ് പഴമൊഴി. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാഷ്യ ഫിസ്റ്റുലയെന്നും കർണികാരമെന്ന് സംസ്കൃതത്തിലും ഇന്ത്യൻ ലബേണം ഗോൾഡൻ ഷവർ എന്നൊക്കെ ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു. ഗൃഹാതുരത്വം പേറുന്ന മലയാളികൾ കേരളത്തിന് പുറത്തും കണിക്കൊന്ന നട്ടുവളർത്തുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് കണക്കുതെറ്റിച്ച് കണിക്കൊന്ന കാലവും കണക്കുമൊന്നും പരിഗണിക്കാതെ പൂക്കുന്നതു കാണാം. പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്ന ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോൺ ചൂട് കൂടുമ്പോൾ ഉൽപ്പാദനം കൂടുന്നത് പൂവിടുന്നതിനെ സ്വാധീനിക്കുന്നതാണ് വിഷുവിന് മുൻപായി പോകുന്നത്.